ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഫ്ലവർ കട്ടിങ്ങോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മോൾഡോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല, എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ ഞാനിവിടെ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. അത് എന്നാ ചെയ്തതെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് പിൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ആക്കാം. ഇൻസ്റ്റാൾ ആക്കിയിട്ടാകുമ്പോൾ അതിൽ ഗൂഗിൾ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ട് അത് എല്ലാം ചെയ്യാനുണ്ടാവും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഏതാണ് ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ കൊടുത്തിട്ട് അതൊന്ന് ലോഗിൻ ആക്കി എടുക്കണം. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറച്ച് ചെയ്യാനുണ്ടാവും. അതൊക്കെ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കിതാ ഇതുപോലത്തെ ഒരു പേജായിരിക്കും കേട്ടോ ഓപ്പൺ ആയിട്ട് വരുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരമുള്ളൊരു ആപ്പാണ് കേട്ടോ. എന്താ വെച്ചാൽ പല പല മോഡൽസ് ഡ്രസ്സും അതുപോലെ തന്നെ നെക്ക് ഡിസൈനൊക്കെ ചെയ്യുന്നവർക്ക് പല ഡിസൈൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി ഇതിൽ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോൾഡറിങ് അയൺ കട്ടിങ് ഫ്ലവർ ഡിസൈൻ എന്നാണ് സെർച്ച് ആക്കിയത് കേട്ടോ. അതുപോലെ സെർച്ച് ആക്കുമ്പോൾ ഇതുപോലത്തെ പല ഷേപ്പിൽ പല സൈസിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. കണ്ടോ, ഇതുപോലത്തെ ഒരു ഫ്ലവർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരുപാട് ഡിസൈൻസ് കിട്ടും. ബട്ടർഫ്ലൈ ആയാലും പല ഡിസൈൻ കിട്ടും. അതും പല ഷേപ്പ്. ഒരു ഫ്ലവർ ആണെങ്കിൽ ആ ഫ്ലവറിൻ്റെ ചെറുത് വലുത് അങ്ങനെ പല സൈസുള്ള ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ അടക്കം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഡൗൺലോഡ് ആക്കാൻ പറ്റും കേട്ടോ. ഒരു ഇമേജ് ക്ലിക്ക് ആക്കുമ്പോൾ അതിൻ്റെ മീത്തെ ഒരു 3 ഡോട്ട് ഉണ്ടാകും. അതിൽ കൊടുക്കുന്ന സമയത്ത് ഡൗൺലോഡ് കൊടുത്താലും ഗാലറിയിലേക്ക് വരും. അല്ലെങ്കിൽ താഴത്തിൽ ആ ചോപ്പിൽ സേവ് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെ നമ്മൾ നോക്കിയതൊക്കെ സേവ് ആക്കി വെക്കാനും പറ്റും. അങ്ങനത്തെ ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ ഡിസൈൻ ട്രേസ് എടുക്കുന്നത്. നമ്മുടെ സാധാരണ ട്രേസിങ് പേപ്പറല്ല, മറ്റൊരു ബട്ടർ പേപ്പർ, ഒരു വൈറ്റ് കളർ പേപ്പർ ഉണ്ട് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്. അത് വെച്ചിട്ട് ട്രേസ് ചെയ്ത് ഇപ്പോൾ ഞാനിപ്പോൾ സേവ് ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ കണക്കത്തെ ഡിസൈനാണ് എടുക്കുന്നത്. ആ ഡിസൈൻ ഞാൻ ഡൗൺലോഡ് ആക്കിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഗാലറിയിൽ വന്നിട്ട് നമ്മൾ മൊബൈലിൽ തന്നെ കുറച്ചിങ്ങനെ സൂം ആക്കുമ്പോൾ നമുക്ക് മൊബൈലിൽ തന്നെ നല്ല തെളിഞ്ഞ് കാണും. അപ്പോൾ ആ പേപ്പറിൽ വരച്ചെടുത്തിട്ട് അത് ട്രേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കണ്ടില്ലേ, പല വലുപ്പത്തിലുള്ള ഡിസൈൻ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഏത് ഡിസൈൻ വേണം നിങ്ങൾക്ക് സെലക്ട് ആക്കാം. അപ്പം ഞാൻ അതിൽ നിന്ന് 2 ഡിസൈൻ ഇതുപോലത്തെ ഈ ഒരു പേപ്പറാണ് കേട്ടോ പറഞ്ഞത്, പേരറിയില്ല. ഇതുപോലെ 2 ഡിസൈൻ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാനൊരു നോട്ട്ബുക്കിൻ്റെ കവറും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് കട്ടിയിൽ, ഇപ്പോൾ നമ്മൾ ഡാർക്ക് ഫാൻറ്റസീൻ്റെ കവർ, കൊട്ട അങ്ങനത്തെ കുറച്ച് കട്ടിയിലതായാലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ അതില്ലാത്തതുകൊണ്ട് നോട്ട്ബുക്കിൻ്റെ എടുത്തിട്ടുണ്ട്. അടിയിൽ ട്രേസിങ് പേപ്പർ വെച്ച് കൊടുത്തു. മുകളിൽ ആ ഡിസൈൻ വെച്ചതിന് ശേഷം ആ ഡിസൈൻ നമുക്കിതിലേക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ നീങ്ങിപ്പോവാണ്ട് സാവധാനത്തിൽ വെച്ചിട്ട് നമുക്ക് 2 ഫ്ലവറും ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചെടുക്കാം കേട്ടോ. ഡാർക്ക് ഫാൻറ്റസിയുടെ കവറൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു കട്ടിയിൽ കിട്ടും. പിന്നെ ചില ആൾക്കാർ മറ്റേ 7up ആ ഒരു കുപ്പിയില്ലേ, ഒരു ടിന്ന് കണക്കത്തില്ല, അതിലൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാൻ പോയിട്ട് ഞാൻ സാധാരണ പേപ്പറിലാണ് ചെയ്തെടുക്കുന്നത്, ബുക്കിൻ്റെ കവറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് ഡിസൈൻ ബട്ടർഫ്ലൈ വേണം അല്ല ഫ്ലവറിൻ്റെ പല ടൈപ്പിലുള്ളതുണ്ട്, അതൊക്കെ ചെയ്തെടുക്കും. ഞാനിപ്പോൾ സാധാരണ ഒരു ഫ്ലവറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 സൈസിലുള്ള, ഒന്ന് കുറച്ച് വലുതും പിന്നെ അതിനേക്കാളും കുറച്ച് ചെറുതും, അങ്ങനെ 2 സൈസിലുള്ള ഫ്ലവറാണ് അവിടെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് വരച്ചെടുത്ത് നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതിൻ്റെ തന്നെ പല മോൾഡും നമുക്ക് ഓൺലൈനിലായിട്ട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്. ഞാനത് ഒരു സ്ഥലത്ത് ചോദിച്ച സമയത്ത് അവരടുത്ത് സാധനം തീർന്നു പോയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഡ്രസ്സ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ പേപ്പറിൽ കട്ടാക്കിയിട്ട് ചെയ്താണ്. പക്ഷേ നല്ല ഫിനിഷിങ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവരല്ലെങ്കിൽ അധികം നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു ഡ്രസ്സിൻ്റെ ആവശ്യത്തിനെടുക്കും. അപ്പോൾ അത് വെറുതെ വാങ്ങിക്കളയേണ്ടതെന്ന് വിചാരിച്ച് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ പേപ്പറിൽ കട്ട് ചെയ്താൽ നമുക്ക് അത്യാവശ്യം നല്ല ഫിനിഷിങ് തന്നെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫിനിഷിങ് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് ഈ നമ്മൾ വരച്ചില്ലേ അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് ചെറിയൊരു കത്രിക എടുത്തിട്ട് നമുക്ക് അതിനനുസരിച്ച് കുറേ ക്ഷമ വേണം കട്ട് ചെയ്യാൻ വേണ്ടി. നല്ല ടൈം എടുത്ത് കട്ട് ചെയ്ത് കളയണം. വലിയ കത്രിക എടുത്താൽ നമുക്ക് അതിൻ്റെ ആ ഒരു 2 ഫ്ലവറിൻ്റെ അതെല്ലാം വരുന്നതിൻ്റെ അവിടെ ഒരു മോന പോലെ ഉണ്ട്, അതൊന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറിയ കത്രിക ഉപയോഗിച്ചിട്ട് ടൈം എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 ഫ്ലവറും കട്ട് ചെയ്തെടുക്കാം.
2 ഫ്ലവർ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിൽ 2 എടുത്തിട്ടുള്ളത്. നമുക്കിതെങ്ങനെയാണ് മെറ്റീരിയൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പല വേണം. പല എന്ന് വെച്ചാൽ മരത്തിൻ്റെ എന്തെങ്കിലും വേണം. ഞാനിപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന മരത്തിൻ്റെ പലയില്ല, ആ ഒരു പലയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമുക്ക് മെറ്റീരിയൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സോൾഡറിങ്ങിൻ്റെ അയൺ ഇല്ല, അത് ഇല്ല മെഷീനിൽ, അത് കുറച്ച് സമയം ചൂടാൻ വെക്കണം. പെട്ടെന്ന് നമുക്ക് ആക്കാൻ പറ്റില്ല, കുറച്ച് സമയം ചൂടായതിന് ശേഷമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം അവിടെ നേരത്തെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫ്ലവർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പതിയെ ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മൾ ഓരോ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ വിരൽ മാറ്റി മാറ്റി കൊടുക്കണം. കാരണം ആ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ മെറ്റീരിയൽ നീങ്ങിപ്പോവാനും പാടില്ല, കറക്റ്റായിട്ട് കിട്ടുകയും വേണം. അതുകൊണ്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ ഒരു വിരൽ എന്തായാലും വെച്ച് കൊടുക്കണം. എന്നിട്ട് നല്ല ടൈം എടുത്തിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഈ പല വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചൂടല്ലേ, ഉരുകുന്നതല്ലേ, അപ്പോൾ അടിയിൽ നമ്മൾ വേറെ തുണി വെച്ചാൽ അത് ഉരുകിപ്പോവും. പേപ്പർ വെച്ചാൽ അതും ഇതുപോലെ ഇതാവും. അതുകൊണ്ട് ഇതുപോലത്തെ പലയോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ നമ്മളെ എക്സാമിന് കൊണ്ടുവന്ന കാർഡ്ബോർഡിൻ്റെ ഇതില്ലേ എക്സാം എഴുതുന്നത്, അങ്ങനത്തെ ആയാലും പ്രശ്നമില്ല. എങ്ങനത്തെ ആയാലും കുറച്ച് മരത്തിൻ്റെ ടൈപ്പായാലും അത്രയും നല്ലത്, നമുക്ക് വേഗം ഉരുകി പോവില്ല. അപ്പം അതുകൊണ്ട് അതുപോലെ ഞാൻ ചെയ്തെടുക്കാം. ആദ്യം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്, പിന്നെ ചെയ്താകുമ്പോൾ എനിക്ക് പ്രാക്ടീസായി, പിന്നെ വേഗം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ട്രൈ ചെയ്ത് വെക്കുന്നത്. എന്താവുമെന്ന് എനിക്കൊരു പിടി ഉണ്ടായില്ല, പക്ഷേ നല്ല ലുക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ടൈം എടുത്തത് അതിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ആദ്യം മാത്രം, പിന്നീട് ചെയ്താകുമ്പോൾ അത് ഉണ്ടായിട്ട് കേട്ടോ. ഇതുപോലെ നല്ല പതിയെ ഇളക്കിയെടുക്കാം. പിന്നെയും തന്നെ ഇത് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ചതിൽ മെറ്റീരിയൽ നേരെ കട്ടാവാൻ ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ബാലൻസ് എവിടെയാണെന്ന് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ സോൾഡറിങ് അയൺ വെച്ചിട്ട് തന്നെ നമുക്ക് ആ ജസ്റ്റ് ഒന്നിങ്ങനെ അതിലേക്ക് കൂടി നമുക്ക് വരച്ചതിൻ്റെ ഒരു ഡിസൈൻ അളവുണ്ടാവുമല്ലോ ഇവിടെ, അതിലേക്ക് കൂടി തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് കൊടുത്താൽ അത് വേഗം തന്നെ ഇളകിയിട്ട് വരും. അപ്പോൾ വലിയ ഫ്ലവർ ഞാൻ ഈ പിങ്ക് കൊണ്ടും അതുപോലെ തന്നെ ചെറിയ ഫ്ലവർ ഗ്രീൻ കളർ കൊണ്ടുവന്നത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഇതേപോലെ മറ്റേ ഫ്ലവറും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രോക്കിന് എങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് തുന്നി കൊടുക്കാം. പഞ്ചിങ് മെഷീനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ മീതെ വൈറ്റ് ബീഡ്സ് വെച്ചിട്ടും സൂചി നൂലോട് തുന്നിയെടുക്കാം. അപ്പോൾ അതൊക്കെ കുറേ ടൈം പിടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഞ്ചിങ്ങിൻ്റെ ബീഡ്സ് പഞ്ചിങ് അല്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ഈ ഡ്രസ്സിന് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി കണ്ടു നോക്കാം. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോൾ ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫ്ലവർ കട്ട് ചെയ്തത്. നമുക്ക് ബട്ടർഫ്ലൈ അങ്ങനെ പല മോഡൽ വേണം കട്ട് ചെയ്യാൻ. ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.